ബി.ജെ.പി. കൗൺസിലറെ പിടികൂടിയ പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വധശ്രമ കേസിലെ പ്രതിയായ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ് നടന്നതെന്നും ഇതിൽ അസ്വാഭാവികതയോ രാഷ്ട്രീയ ലക്ഷ്യമോ കാണേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ആരായാലും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൽ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെ ഗുണ്ടകളുടെ പറദീസയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും നിയമവാഴ്ച ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഗുണ്ടകൾ ആരായാലും എവിടെയുണ്ടെങ്കിലും ആ പണി നിർത്തുന്നതാണ് നല്ലത്. നിയമത്തെ വെല്ലുവിളിച്ച് മുന്നോട്ടു പോകാൻ ആരെയും അനുവദിക്കില്ല. പൊതുസമൂഹത്തിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിനായി ശക്തമായ നടപടികൾ തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കും. ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നുവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പ്രതിയെ പിടിക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസിന്റെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കേണ്ട. പ്രതിയുടെ കുട്ടിയെ ആക്രമിച്ചല്ലോ എന്ന ചോദ്യത്തോട് കള്ളക്കഥകളിറക്കി പോലീസിന്റെ മനോവീര്യം തകർക്കാൻ ആരും ശ്രമിക്കരുത് എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. അതേസമയം ഇന്നലെ രാത്രി വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതനെ കാപ്പ പ്രകാരം സെൻട്രൽ ജയിലിലടച്ചു. പോലീസിനെ ആക്രമിച്ചതിന് ഒരു കേസ് കൂടി സുഗതനെതിരെ ചുമത്തിയിട്ടുണ്ട്. രാത്രിയിൽ വീട് വളഞ്ഞുള്ള അറസ്റ്റ്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണം, ഒടുവിൽ ആകാശത്തേക്ക് നിറയൊഴിക്കൽ, ഏറെ നാടകീയത നിറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം രാത്രി 12 മണിയോടെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെത്തിച്ച സുഗതനെ രാവിലെ 6 മണിയോടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിച്ചത്. 10ലധികം ക്രിമിനൽ കേസുള്ള സുഗതനെ കാപ്പ നിയമപ്രകാരം തടങ്കലിൽ വെക്കാൻ മുമ്പ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇത് പ്രകാരമാണ് ജയിലിലടച്ചത്. ഇനി 6 മാസം ജാമ്യം ലഭിക്കാതെ സുഗതനെ ജയിലിൽ കഴിയേണ്ടി വരും. സംസ്ഥാനത്ത് കാപ്പ പ്രകാരം ജയിലിലാകുന്ന ആദ്യ കൗൺസിലർ കൂടിയാണ് സുഗതൻ. അതേസമയം വീട് വളഞ്ഞുള്ള അറസ്റ്റിൽ രാഷ്ട്രീയ വിമർശനമാണ് ബി.ജെ.പി. ഉയർത്തുന്നത്. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു കൗൺസിലറെ പിടികൂടേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായതെന്ന് മേയർ വി. രാജേഷ് ചോദിച്ചു. സുഗതൻ കാപ്പ കേസ് പ്രതിയാണെന്നത് പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അതിനുള്ള നടപടികൾ പോലും പൂർത്തിയായിട്ടില്ലെന്നും രാജേഷ് ദില്ലിയിൽ പറഞ്ഞു. കുടുംബത്തിനു മുന്നിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വെടിവെച്ച് ഒരു കൗൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തിരുവനന്തപുരത്തില്ല. വട്ടിയൂർക്കാവ് CI വിപിൻ ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ആളാണെന്നും അധികൃതർ നിർബന്ധിത അവധി നൽകിയ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തെ ഒരു മുൻ MLA ഇടപെട്ടാണ് തിരിച്ച് സർവീസിൽ കയറ്റിയതെന്നും രാജേഷ് പറഞ്ഞു. സുഗതന് രാഷ്ട്രീയവും നിയമപരവുമായ എല്ലാ പിന്തുണയും നൽകുമെന്നും മേയർ വ്യക്തമാക്കി. വട്ടിയൂർക്കാവിൽ നടന്ന വധശ്രമ കേസുമായി ബന്ധപ്പെട്ടാണ് ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് വശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു.